അപ്പോൾ ശരീരം ആണ് ഏത് സാധകനാണെങ്കിലും ശരി, ഏത് സിസ്റ്റത്തിൽ നിൽക്കുന്നതാണെങ്കിലും, ഇപ്പോൾ വേദാന്തം പറയുകയാണെങ്കിൽ ശരി, ഇനി തന്ത്രം പ്രയോഗിക്കുകയാണെങ്കിൽ ശരി, രാജയോഗം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ശരി, ഇനിയിപ്പോൾ ജെൻ ബുദ്ധിസം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ശരി, എന്ത് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്കൊരു ഉപാധിയില്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ശരീരമാണ് ആത്യന്തികമായിട്ടുള്ള സത്യം. ഇതിനെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു നേട്ടവും കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ആധ്യാത്മികമായിട്ടുള്ള എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടാകണമെന്നുണ്ടെങ്കിലും, ഇനിയിപ്പോൾ ഒരു സാധാരണഗതിയിലുള്ള ഒരു അനുഭവം, ഒരു നല്ല ആഹാരം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംതൃപ്തിയോ, ഇത് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊരു ശരീരം വേണം. ഈ ശരീരമില്ലാതെ നിങ്ങൾക്ക് ആധ്യാത്മിക തലത്തിലോ അല്ലെങ്കിൽ ഭൗതിക തലത്തിലോ ഒന്നും അനുഭവിക്കാൻ പറ്റില്ല. വളരെ സിമ്പിളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ പനി പിടിച്ച് കിടക്കുകയാണെങ്കിൽ നിങ്ങളുടെ മന്ത്രവും ജപവും ഒക്കെ പോകും. അതേമാതിരി നിങ്ങളുടെ എക്സിസ്റ്റൻഷ്യൽ ലെവലുള്ള സന്തോഷം പോകും. അതുകൊണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നു സിദ്ധന്മാരെല്ലാം ശരീരത്തിന് അത്രയും വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അവർ ഈ ശരീരം പറഞ്ഞിരിക്കുന്ന ശരീരത്തിനെ കൊണ്ട് നമ്മളുടെ ശരീരവും ബാക്കി കാര്യങ്ങളെല്ലാം സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടികർത്താവിനുമായിട്ടുള്ള ഒരു കടപ്പാട്, അത് ഫുൾഫിൽ ചെയ്യാനാണ് ഈ ശരീരം നമുക്ക് കിട്ടിയിരിക്കുന്നതെന്നാണ് വിശ്വാസം. അതുകൊണ്ട് അത് പൂർത്തീകരിക്കുന്നവരെ, തനിക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ പൂർത്തീകരിക്കുന്നവരെ ഈ ശരീരത്തിനെ നല്ലതുപോലെ നോക്കി അതിനെ ശുശ്രൂഷിച്ച് അതിന് വേണ്ടതായിട്ടുള്ള ആഹാരക്രമങ്ങളോ റെസ്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ വേണ്ടതായിട്ടുള്ള എക്സസൈസോ ഇതൊക്കെ കൊടുത്തുകൊണ്ട് ഈ പരമാവധി നമ്മളിതിനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ അവരെ സംബന്ധിച്ചിടത്തോളം അയാൾ ശരീരത്തിൻ്റെ ഡിമാൻഡ്സിൻ്റെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ആവശ്യകതയെ മനസ്സിൻ്റെ ആവശ്യകത കണ്ട് ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. 12 മണിക്കൂർ ജോലി ചെയ്യുക, 18 മണിക്കൂർ ജോലി ചെയ്യാം. ഇതൊന്നും ശരീരത്തിൻ്റെ സമ്മതത്തോടു കൂടിയല്ല നമ്മൾ ചെയ്യുന്നത്. ശരീരത്തിന് എന്താ വെച്ചാൽ അതൊരു ആനയെ മാതിരിയാണ്. അത് നിങ്ങൾ വഴിയെടുത്ത് ഇങ്ങനെ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും. അതിന് സ്വന്തമായിട്ട് അതിൻ്റെ ശക്തി അതിനറിയില്ല. അപ്പോൾ നമ്മുടെ മനസ്സാണ് നമ്മളുടെ ശരീരത്തിനെ വേണ്ട വിധത്തിൽ നയിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ട മനസ്സാണ്. അപ്പം അതുകൊണ്ട് ഇതൊന്നും വേണമെന്ന് പറയുന്നില്ല ഞാൻ. തീർച്ചയായിട്ടും നമുക്ക് ജോലി ചെയ്യണം, ജോലി ചെയ്താലേ നമുക്ക് സമ്പാദ്യം ഉണ്ടാവണം. പക്ഷേ ഇത് എപ്പോഴാണ് നമ്മുടെ ആവശ്യത്തിന് അതിര് കിടക്കുന്നത്, അത്യാഗ്രഹമാകുന്നത്, അവിടെയാണ് നമ്മൾ ശരീരത്തിൻ്റെ ആവശ്യകതയെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ അതിനെ ഇമ്പോസ് ചെയ്തുകൊണ്ട് അതിന് പുറത്ത് നമ്മൾ അതിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ അടിച്ചേൽപ്പിച്ചിട്ട് അതിൻ്റെ ആയുസിൻ്റെ ദൈർഘ്യത്തിന് നമ്മൾ കുറയ്ക്കുകയാണ്. അമിതമായിട്ടുള്ള ചിന്തകളോ അമിതമായിട്ടുള്ള സന്തോഷമോ അമിതമായിട്ടുള്ള ദുഃഖമോ അമിതമായിട്ടുള്ള ഭയമോ ഇതെല്ലാം നമ്മളുടെ ആയുസിനെ ബാധിക്കുന്നുള്ളത് ശാസ്ത്രം പറഞ്ഞതാണ്. എല്ലാവരും പറയും, എല്ലാവർക്കും അറിയും. പക്ഷെ എന്നാലും നമ്മൾ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമ്മളുടെ ഈ കറൻസിക്കോ അല്ലെങ്കിൽ പൊസിഷനോ ഇതിന് നമ്മൾ കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഈ ഇതുകൊണ്ട് ഇപ്പോൾ കറൻസി ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അനുഭവിക്കണമെങ്കിൽ ഈ കറൻസി നോട്ടിനെ തിന്നാൻ പറ്റില്ല. നിങ്ങളതിനെ വസ്തുവായിട്ട് കൺവേർട്ട് ചെയ്യണം. നിങ്ങൾ ഏതെങ്കിലും ഫുഡ് ഐറ്റമായിട്ട് കൺവേർട്ട് ചെയ്താലും നിങ്ങൾക്ക് അകത്ത് പോകുള്ളൂ. അപ്പോൾ ഇതിനെ ഈ സുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പണത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ ശരീരത്തിൻ്റെ അവസ്ഥയെ നശിപ്പിക്കുന്നത് അതൊരു പ്രധാനപ്പെട്ട സിൻ തന്നെയാണ്, ഒരു പാപമാണത്. ഈ പാപം എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് വിധിക്കപ്പെട്ട നമുക്ക് തന്നിരിക്കുന്ന ഒരു സാധനത്തിന് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു സിന്നാണ്. ആ നിലയ്ക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൽ എല്ലാം പെടും നമ്മളുടെ അമിതമായിട്ടുള്ള ഇൻ്റലിജൻസ്. അത് ലൗകികമായിട്ടുള്ള കാര്യത്തിലാണ് ശരി. ഇപ്പോൾ അധികമായിട്ട് നിങ്ങൾ തപസ് ചെയ്യുകയാണെങ്കിലും 15 മണിക്കൂർ ഇരിക്കുക, 24 മണിക്കൂർ ഇരിക്കുക, സൂര്യൻ ഇങ്ങനെ കണ്ണു നോക്കിയിരിക്കുക, 28 മണിക്കൂർ 44 മണിക്കൂർ ഇങ്ങനെയൊക്കെ നോക്കി, ഇത് ആവശ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അത് ആവശ്യമായിരിക്കും. പക്ഷേ അതിൻ്റെ കോൺസിക്വൻസസ് തീർച്ചയായിട്ടും അദ്ദേഹം അനുഭവിക്കേണ്ടി വരും. അത് ഉറപ്പാണ്. നമ്മളെ മഹാന്മാരൊക്കെ എടുത്ത് നോക്കിക്കോളൂ, അവരെല്ലാം തന്നെ അങ്ങനെയാണ്. എന്തെങ്കിലും തരത്തിലുള്ള എക്സസ് ആയിട്ടുള്ള ഒരു ആധ്യാത്മിക തലത്തിൽ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭൗതിക തലത്തിലാണ് എക്സസീവായിട്ട് ഒരു ആക്ട് ചെയ്യുന്ന സമയത്ത് ശരീരത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ബുദ്ധൻ മിഡിൽ പാത്ത് എന്ന് പറഞ്ഞൊരു സാധനത്തിൽ ഉണ്ടാക്കിയത്. എക്സസീവായിട്ട് ഇങ്ങും വേണ്ട അങ്ങും വേണ്ട, നിരക്ക് കൂടെ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ ഇങ്ങനെ 6 മാസത്തോളം ആഹാരം കഴിക്കാതെ നിന്നു എന്നൊക്കെയാണ് ചരിത്രം പറയുന്നത്. വെള്ളം കുടിച്ചുകൊണ്ട് മാത്രം. അപ്പോൾ അങ്ങനെ പീഡിപ്പിച്ചിട്ടാണ് അദ്ദേഹം ഈ ദുഃഖത്തിൻ്റെ ഉറവിടം കണ്ടുപിടിക്കാനായിട്ട് പോയെന്ന് പറഞ്ഞത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയിൽ പറയുന്നത് അങ്ങനെ ആ സമയത്ത് ഒരു സ്ത്രീ വരുന്ന അവരെ പാല് കൊടുക്കുകയും അങ്ങനെ അദ്ദേഹം പിന്നെ അതിൽ നിന്ന് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഈ ആഹാരത്തിനും ഈ പട്ടിണി കിടക്കുന്നതിനും ഈ സത്യം കണ്ടുപിടിക്കുന്നതിനും ബന്ധമില്ലാന്ന് എങ്ങനെ മനസ്സിലാക്കുകയാണ്. അതേമാതിരി നമ്മളും
വളരെയധികം വസ്തുനിഷ്ഠമായിട്ട് നമ്മളുടെ ബ്രെയിനിനെ നമ്മൾ വൃത്തിയായിട്ട് ഉപയോഗിക്കുക. യുക്തിക്ക് നിരക്കാത്തതിന് അംഗീകരിക്കണ്ട. അതിന് നിഷിദ്ധമാണെന്നല്ല ഞാൻ പറയുന്നു. ഇപ്പോൾ ഒരാളൊരു കാര്യം പറയുന്നു, ഒരു ഗുരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു, ആ സ്ഥിരത്തിൽ നിങ്ങൾ അങ്ങനെ തിരുത്താൻ പോകണ്ട. നിങ്ങൾക്ക് ശരിയാണോ തെറ്റാണോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾക്ക് സൂട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തള്ളിക്കളഞ്ഞേക്കും. ഗുരുവിനെ എല്ലാം തള്ളിക്കളയുന്നു, നിങ്ങൾ എക്സ്റ്റേണലായിട്ട് വരുന്ന ഒരു ആശയത്തിന് നിങ്ങൾ തള്ളിക്കളയുന്നുള്ളൂ. അത്രയും നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷേ എല്ലാ കാര്യത്തിലും വേണം. ഒരു എന്നുവെച്ചാൽ ആധ്യാത്മികത അല്ലെങ്കിൽ ഒരു സാധന എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം ഒരു 24 മണിക്കൂർ ജോലിയാണ്. അല്ലാതെ ഒരു പാർട്ട് ടൈം ജോലി അരമണിക്കൂർ കാലത്തും വൈകിട്ടും ചെയ്യുന്നമാതിരി 12 ദിവസങ്ങളൊന്നും ആധ്യാത്മികത വരില്ല. ഈ അവയർനെസ് വേണം. ഇപ്പോൾ താൻ എന്താണ്, താൻ എന്തുകൊണ്ട് എവിടെ നിൽക്കുന്നു, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയൊരു ബോധം, ഇതിനെയാണ് നമ്മൾ അവയർനെസ് പറയുന്നത്. അപ്പോൾ ഈ അവയർനെസ് നമുക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം. എന്നാലേ നമുക്ക് ശരിയും തെറ്റും നമുക്ക് എന്താണെന്ന് വൃത്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. പുറമേ നിന്നുള്ള ശരിയും തെറ്റും നിങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾക്ക് ശരിയാണെന്ന് മാത്രം നിങ്ങൾ അംഗീകരിക്കുള്ളൂ. അത് നിങ്ങൾ ആരെ വേണമെങ്കിൽ എടുത്ത് നോക്കിക്കോളൂ. അതുകൊണ്ടല്ലേ നമുക്ക് ഉപദേശം കിട്ടിക്കഴിഞ്ഞാൽ ഉപദേശം വേണമെന്ന് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ്. എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ അത് കാരണം അതാണ്, നമുക്ക് നമ്മളുടെ ബോധത്തിൽ ശരിയാണെന്ന് നമുക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനെ തോന്നണമെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിനെ പറ്റി ഡീപ്പായിട്ട് ചിന്തിക്കണ്ടേ. ഒന്നിന് വേണ്ടെന്ന് പറയുമ്പോഴോ ഒന്ന് വേണമെന്ന് പറയുമ്പോഴും അതിനെപ്പറ്റി പഠിച്ചിട്ട് വേണം നമ്മൾ പറയാൻ. ചുമ്മാ എൻ്റെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞുകൊണ്ട് എനിക്കിഷ്ടമല്ല, എനിക്ക് പിടിച്ചില്ല, അല്ലെങ്കിൽ ഇതാണ് ശരി എന്ന് പറയുന്നത് തപ്പില്ല. അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ ഒരു ഹിപ്പോക്രറ്റിക് ആവുന്നത്. അങ്ങനെയാണ് നമ്മൾ പതിവ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നമ്മളുടെ ആദർശങ്ങളും ആശയങ്ങളെല്ലാം തന്നെ അങ്ങനെ തന്നെയാണ്. നമ്മൾ പ്രോപ്പറായിട്ട് ചിന്തിച്ച് നമുക്ക് ശരിയാണെന്ന് തോന്നിച്ചിട്ട് മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്. പലതും നമ്മൾ അനുകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ആധ്യാത്മികത അല്ലെങ്കിൽ തന്ത്രസാധനമെല്ലാം അനുകരണം മാത്രമാണ്. അനുകരണത്തിലൂടെ ഒറിജിനലായിട്ടുള്ള സാധനത്തിൽ നമുക്ക് കിട്ടാൻ പറ്റില്ല. നമ്മൾ കോപ്പി കാറ്റ്സാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു രാമകൃഷ്ണ പരമഹംസർ അവതരിച്ചു. അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി അദ്ദേഹം ശിഷ്യന്മാരാണെന്ന് പറയാൻ നടക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. അവർക്കൊന്നും രാമകൃഷ്ണനെ ആവാൻ പറ്റില്ല. ഒരു തവണ വർഷവും ഉണ്ടായുള്ളൂ. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് അതിൽ അർത്ഥം എന്താ വെച്ചാൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം തെറ്റുന്നല്ല അർത്ഥം, അവരെ അനുകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അർത്ഥം. അനുകരിക്കേണ്ട കാര്യമില്ല. കാരണം ഓരോ വ്യക്തിയിലും ഇപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ശേഷമാണ് സൃഷ്ടി നിർത്തിയെന്നാണ് പറയപ്പെടുന്നത്. അതിനർത്ഥം എന്താ? താൻ തന്നെ സൃഷ്ടിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പം അതിൽ പിന്നെ ഒന്നും ചെയ്യാനില്ല, അത് പൂർണ്ണമാണ്. അങ്ങനെയാണെങ്കിൽ ഏത് ജാതിക്കാരാണെങ്കിലും ഏത് മതത്തിനാണെങ്കിലും ഏത് രാജ്യത്തിലുള്ള ആളാണെങ്കിലും ശരീരം ഒന്നു തന്നെയാണ്. ആഫ്രിക്കക്കാരനും 2 കൈയും 2 കാലും ഒരു ഹൃദയം 2 കിഡ്നിയൊക്കെ എഴുതണം. അതിന് മാറ്റമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സൃഷ്ടി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് തന്നെ ഒരു കുണ്ടലിനി ശക്തി എന്ന് പറഞ്ഞൊരു ശക്തിയും കൂടി സൃഷ്ടിച്ചിട്ടാണ് സൃഷ്ടി നിർത്തിയത്. അപ്പോൾ കുണ്ടലിനി ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അപാരമായിട്ടുള്ള ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു എനർജി സോഴ്സാണ്. അതിലില്ലാത്തതൊന്നുമില്ല. പിന്നെ നിങ്ങളത് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് നിങ്ങളെ പള്ളിയിൽ വെക്കും. അപ്പം അല്ലാതെ ഈശ്വരനെ സംബന്ധിച്ചോളം ഒരു പാർഷ്യാലിറ്റിയും കൊടുത്തിട്ടില്ല. എല്ലാവർക്കും തുല്യമായി തന്നെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അനുഭവിച്ച് നോക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരു അനുഭവം തന്നെ കിട്ടേണ്ടതാണല്ലോ. അതിൽ പക്ഷപാതമൊന്നുമില്ല. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കാതെ, അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ എക്സിനെ അനുകരിക്കേണ്ട കാര്യമില്ല. കാരണം എക്സിലുള്ളതും വൈയിലുള്ളതും എന്നിലുള്ളതും എല്ലാം ഒന്ന് തന്നെയാണ്. പിന്നെ അനുകരണത്തിന് പ്രസക്തി വരുന്നില്ലല്ലോ. അതുകൊണ്ടാണ് അനുകരണം വേണ്ടാന്ന് പറയുന്നത്. അപ്പോൾ ഈ റിപ്പീറ്റേഷൻ്റെ പിറകിൽ അനുകരണത്തിൻ്റെ ഒരു എലിമെൻ്റ് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ യാന്ത്രികമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുന്നില്ല. Oh